കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായിട്ട് ഇവിടെ ഭരിച്ച LDF-ഉം UDF-ഉം ഒക്കെ പറയുന്നത് എന്താണ്? ഈ കേരളം നമ്പർ 1 ആണ്, ഇവിടെ എല്ലാവർക്കും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നാണ്. പക്ഷെ ഞങ്ങൾ കണ്ടെത്തിയത് അതല്ല. ഒരു നേരം പോലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന കൊച്ചു കുട്ടികൾ മുതൽ 85 വയസ്സായിട്ടുള്ള അമ്മച്ചിമാരെ വരെ ഞങ്ങൾ കണ്ടു. അവരുടെ ജീവിതം അത്രമാത്രം ദയനീയമായിരുന്നു. മൃഗങ്ങളെക്കാൾ കഷ്ടമായിട്ട് ജീവിക്കുന്ന കുടുംബങ്ങളെ ഞങ്ങൾ കണ്ടു, മനുഷ്യരെ ഞങ്ങൾ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു മാറ്റം കൊണ്ടുവരണം. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നതിനേക്കാൾ ഭീകരമായിരുന്നു ആ നാട്, അവിടുത്തെ ജനങ്ങൾ നേരിട്ടിരുന്ന പ്രശ്നം. അതിനുവേണ്ടി അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും, അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരെയും, വ്യവസായികളെയും എല്ലാവരെയും കൂടി കൂട്ടിയിണക്കി ഒരു മീറ്റിംഗ് നടത്തി. ഇതാണ് നമ്മുടെ നാട്. അന്ന് അതിശയത്തോടെ ഞാൻ PPT കാണിക്കുന്ന സമയത്ത് പലരും വിചാരിച്ചു ഇത് നമ്മുടെ നാട് തന്നെയാണോ? അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ ചോദിക്കുകയാണ്, ഇത് നമ്മുടെ കിഴക്കമ്പലമാണോ എന്ന്. അപ്പൊ അവർക്ക് പോലും അത്രയും കാലമായിട്ട് ആ നാടിനെ പറ്റി ഒന്നും മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ആദ്യത്തെ മീറ്റിങ്ങിൽ 80ഓളം ആളുകൾ, പിന്നെ അടുത്ത മീറ്റിംഗ് വന്നപ്പോൾ 80, 60ആയി, അങ്ങനെ 40ആയി, 20ആയി. ഒരു മാസത്തിനുള്ളിൽ ഞങ്ങൾ 7, 8 പേര് മാത്രമായിട്ട് ചുരുങ്ങി എന്നുള്ളതാണ്. കാരണം ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കോ കോൺഗ്രസ്സുകാർക്കോ ആർക്കും ആ നാടിനെ പറ്റിയോ അവിടുത്തെ ജനങ്ങളെ പറ്റിയോ 1% പോലും ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ തോറ്റുകൊടുത്തില്ല, ഞങ്ങൾ മുന്നോട്ട് തന്നെ പോയി. അന്ന് കണ്ട ഏറ്റവും വലിയൊരു പ്രശ്നം 30ഉം 40ഉം വീടുകളുള്ള 1,00,000 വീട് കോളനികളിൽ, നമുക്കറിയാം 1,00,000 വീട് എന്ന് പറയുന്ന ആ പ്രദേശം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നതാണ്. ഒരു ഭിത്തി 2 സൈഡിലേക്കും ചാച്ച് കെട്ടിയിട്ട് അതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് ഏത് സമയത്തും ഒരു കാറ്റ് വന്നു കഴിഞ്ഞാൽ, ഒരു മഴ വന്നു കഴിഞ്ഞാൽ കുട്ടികളെ നെഞ്ചോട് ചേർത്ത് അവിടെ പാത്രങ്ങൾ വെച്ച് കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് ഞങ്ങൾ കണ്ടത്. അപ്പൊ അങ്ങനെയുള്ള 30ഉം 40ഉം വീടുകളുള്ള 1,00,000 വീട് കോളനികളില് ഒരു ടാപ്പ് വെള്ളത്തിന് വേണ്ടി 1 മണിക്കൂർ വെള്ളം കിട്ടും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, 40 വീടുകളുള്ള ഒരു കോളനിയിൽ ഒരു ടാപ്പിൽ 1 മണിക്കൂർ കിട്ടുന്ന വെള്ളത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന 40 കുടുംബങ്ങള്. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ. അപ്പൊ ഇതിന് പരിഹാരം കാണണം. അവർക്ക് സ്ഥിരമായിട്ട് 24 മണിക്കൂറും വെള്ളം കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ അവിടെ ഒരു കുഴൽ കിണറടിച്ചു, ടാങ്ക് അടിച്ചു. ഒരു കോളനി തീർത്തു, 2ാമത്തെ കോളനി വന്നു, അതും തീർത്തു, 3ാമത്തെ കോളനി വന്നു, അതും തീർത്തു. അപ്പോ അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന UDF-കാർക്ക് അപകടം തിരിച്ചറിഞ്ഞു. 4ാമത്തേന് കുഴൽ കിണറടിക്കാനായിട്ട് തുടങ്ങിയ ആ സമയത്ത് ഇവര് സ്റ്റോപ്പ് മെമ്മോ തരികയാണ്. ആ സ്റ്റോപ്പ് മെമ്മോ തന്നു, ഇത് നിർത്തിവെക്കുക, നിങ്ങൾക്കിതിന് അധികാരമില്ല, ഇത് ചെയ്യേണ്ടത് ഞങ്ങളാണ്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ഇത്രയും കാലം ഉണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല? ഇപ്പൊ പറയുന്നു നിങ്ങളാണ് ചെയ്യേണ്ടത്. ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യൂ, കുഴപ്പമില്ല. അപ്പൊ അവിടെ പറഞ്ഞത് അതിനുള്ള പണം നമ്മൾ അവിടെ കെട്ടിവെക്കണം, അങ്ങനെയാണ് അത് സാധ്യമല്ല എന്ന് പറയുകയും അവിടുത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ആദ്യമായിട്ട് ഒരു സമരം. സാധാരണ നമുക്കറിയാം വ്യവസായങ്ങളുടെ മുമ്പിൽ, ഞങ്ങളെപ്പോലെയുള്ള ഫാക്ടറികളുടെ മുമ്പിലാണ് സമരം നടക്കാറ്. ഇവിടെ ആദ്യമായിട്ട് ഒരു വ്യവസായിയുടെ നേതൃത്വത്തില് പഞ്ചായത്തിന് മുന്നിൽ അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് സമരം നടത്തിയ ചരിത്രവും ഇന്ത്യയിൽ ആദ്യമായിരിക്കും. അങ്ങനെ ആ സമരം നടത്തി ആ നാട് ഒന്നാകെ ഇതിന്റെ പിന്നിൽ ഉറച്ചു നിന്നു. 24 മണിക്കൂറിനുള്ളിൽ സ്റ്റോപ്പ് മെമ്മോ പിൻവലിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ആ ടാങ്കും പൂർത്തിയാക്കി. വീണ്ടും ജനങ്ങൾ നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ, അതായത് പല വീടുകളിലും വീട് എന്ന് പറയാൻ പറ്റില്ല, 4 കാലുകൾ വെച്ചിട്ട്
അതിന് മുകളിൽ നീല ടർപ്പായി വലിച്ചു കെട്ടി മൺതിട്ടകളുണ്ടാക്കി ആ മൺതിട്ടയ്ക്ക് മുകളിൽ മനുഷ്യനും മൃഗങ്ങളും പട്ടിയും പശുവും ആടുമെല്ലാം ഒന്നിച്ചു കിടന്നുറങ്ങുന്നു. അങ്ങനത്തെ 280 വീടുകളാണ് ഞങ്ങൾ കണ്ടെത്തിയത്. ഒരു പഞ്ചായത്തിലാണെന്ന് ഓർക്കണം. അപ്പൊ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നും ആ സ്ഥിതിയിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒന്നൊന്നായിട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോ ഇവരെ ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങളെ തടസ്സം നിന്നു. ആ തടസ്സം നിന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ജനങ്ങൾ തന്നെ പറഞ്ഞത്, അധികാരമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ നാടിനെ രക്ഷിക്കാൻ പറ്റൂ എന്നുള്ള തീരുമാനത്തിലെത്തിയത്. അങ്ങനെ 2015 ആദ്യമായിട്ട് രാഷ്ട്രീയ പാർട്ടി അല്ലാത്ത 2020 എന്ന് പറയുന്ന പ്രസ്ഥാനം ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. മത്സരിച്ച് 19 സീറ്റുകളിൽ 17 സീറ്റുകളിൽ 72% വോട്ട് നേടിക്കൊണ്ടാണ് ആദ്യമായിട്ട് ഞങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അന്നും ഞങ്ങൾ ആഗ്രഹിച്ചില്ല രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന്. കാരണം എല്ലാവരും സ്വതന്ത്രരായിട്ടാണ് മത്സരിച്ചത്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഞങ്ങളുടെ ആളുകള് എല്ലാവരും നോമിനേഷൻ കൊടുത്തു സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട്. അന്നൊരു രാഷ്ട്രീയ പാർട്ടിയല്ല. അവിടെ കളക്ടറേറ്റിൽ ചെന്ന് ചിഹ്നത്തിനായിട്ട് ക്യൂ നിൽക്കുമ്പോൾ അവിടെ തർക്കങ്ങളുണ്ടാക്കി. ഞങ്ങൾ അപേക്ഷിച്ച ചിഹ്നങ്ങൾ ചോർത്തി. അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയും ഉദ്യോഗസ്ഥന്മാരും ചോർത്തിയെടുത്തിട്ട് അതേ ചിഹ്നങ്ങൾ തന്നെ വേറെ ഡെമ്മി സ്ഥാനാർത്ഥികൾക്ക് കൊടുത്ത് തർക്കമായി. നമ്മുടെ 19 സ്ഥാനാർത്ഥികളെയും അറസ്റ്റ് ചെയ്ത് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ചിഹ്നങ്ങൾ ഇഷ്ടമുള്ളവർക്ക് കൊടുത്ത് ഛിന്ന ഭിന്നമാക്കി എന്നുള്ളതാണത്. അവിടെ ഞാൻ തീരുമാനിച്ചു, വിട്ടുകൊടുക്കണ്ട, രാഷ്ട്രീയ പാർട്ടിയായിട്ട് രജിസ്റ്റർ ചെയ്യുക, ചിഹ്നത്തോടു കൂടി മത്സരിക്കുക. അങ്ങനെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 16 ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയായി 2020 പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനമായിട്ട് തുടങ്ങിയത്. അങ്ങനെ 2015 കിഴക്കമ്പലം എന്ന പഞ്ചായത്തിന്റെ അധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് അവിടെ 39 ലക്ഷം രൂപ കടം ബാക്കി വെച്ചിട്ടാണ് അവിടുത്തെ UDF ഭരണസമിതി ഇറങ്ങിപ്പോയത്. ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്ത് പഞ്ചായത്തിനെ പറ്റി പഠിക്കുക, ആ ബഡ്ജറ്റ് പഠിക്കുക. എനിക്കറിയില്ല എത്രത്തോളം ആളുകൾ നമ്മൾ ഇത്രയും ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ നോക്കുന്ന സമയത്ത് പഞ്ചായത്തിന്റെ മുൻ ബഡ്ജറ്റ് 189 ഹെഡുകളുണ്ട്. ആ 189 ഹെഡുകളിൽ പലതും അവിടുത്തെ മനുഷ്യർക്ക് ആ നാടിന് ആവശ്യമുള്ളതല്ല, അഴിമതി നടത്താൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഹെഡുകളാണത്. ആദ്യം ചെയ്തത് അതാണത്. ഈ 180 ഹെഡുകളിൽ നിന്ന് ഇന്ന് കിഴക്കമ്പലം പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ 2020 പഠിക്കുന്ന പഞ്ചായത്തുകളുടെ ബഡ്ജറ്റ് നോക്കിക്കഴിഞ്ഞാൽ 20-ൽ താഴെയുള്ള ഐറ്റംസേ ഉള്ളൂ. അപ്പോ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ നിയന്ത്രിച്ചു, അഴിമതി പൂർണ്ണമായിട്ടും തടഞ്ഞു. ഏതൊരു പദ്ധതികളും ദീർഘവീക്ഷണത്തോടു കൂടി വളരെ ശാസ്ത്രീയമായിട്ട് പഠിച്ച് അച്ചടക്കത്തോടെ ചിട്ടയോടുകൂടി നടപ്പിലാക്കി. അങ്ങനെ 5 വർഷം പൂർത്തിയാക്കിയപ്പോ ഇന്ത്യയിലെ 2,72,000 പഞ്ചായത്തുകളിൽ വെച്ച് ഏറ്റവും നല്ല വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തിയതിനു ശേഷം 13,57,00,000 രൂപ ബാങ്കിൽ സ്ഥിര നിക്ഷേപമിട്ട് ഭരണത്തിൽ നിന്ന് ഭരണം അവസാനിപ്പിച്ചു എന്നുള്ളതാണത്. അതിനുശേഷം പല പഞ്ചായത്തുകള് അടുത്ത പഞ്ചായത്തുകളില് മത്സരിച്ചു. ചില പഞ്ചായത്തുകളിൽ പ്രതിപക്ഷം പോലുമില്ല. ഐക്യനാട് എന്ന് പറയുന്ന പഞ്ചായത്തില് 14 സീറ്റുകളിൽ മത്സരിച്ചു, 14 സീറ്റും വിജയിച്ചു. ഇത്തവണ അത് 16 സീറ്റായിരുന്നു. ആ 16 സീറ്റിലും ഞങ്ങൾ വിജയിച്ചു. അവിടെ പ്രതിപക്ഷമില്ല എന്നുള്ളതാണ്. ഇന്ന് കിഴക്കമ്പലം പഞ്ചായത്ത് 10 വർഷം ഭരണം പൂർത്തിയാക്കിയപ്പോ അവിടെ 32 കോടി രൂപ മിച്ചമായിട്ട് ബാങ്കിന്റെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് നമുക്ക് LDF-ഉം UDF-ഉം ഭരിക്കുന്ന എത്രയോ പഞ്ചായത്തുകളുണ്ട്. അവർക്ക് സാധിക്കാത്തൊരു കാര്യമാണത്.
അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സംസ്ഥാനത്തെ കാർന്നു തിന്നുന്ന പ്രശ്നം എന്താണ്? അഴിമതിയാണ് ഒന്നാമത്തെ കാര്യം. ഈ അഴിമതി നമുക്ക് തടയാൻ പറ്റിയാൽ 80% ഈ സംസ്ഥാനം രക്ഷപ്പെട്ടു എന്നുള്ളതാണത്. അത് തന്നെയാണ് മോഡി സർക്കാർ കഴിഞ്ഞ 10 വർഷം 12 വർഷമായിട്ട് ഭരിച്ച് ഇന്ത്യയിൽ തെളിയിച്ചിട്ടുള്ള കാര്യം. അഴിമതിയില്ലാത്ത 12 വർഷക്കാലമാണ് മോഡി സർക്കാർ ഭരിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് ഭരിച്ച 6 പതിറ്റാണ്ട് ഭരിച്ച കോൺഗ്രസിനോ ഏതെങ്കിലും ഒരു ഗവൺമെന്റിനോ ആ അവകാശം ഉന്നയിക്കാൻ സാധിക്കുമോ? 12 വർഷം ഭരിച്ച മോഡി സർക്കാരിന് മാത്രമാണ് ഞങ്ങൾ അഴിമതി ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരുടെ ഏതെങ്കിലും വകുപ്പുകളിൽ അഴിമതി ചെയ്തിട്ടില്ല എന്ന് നെഞ്ചുയർത്തി കൈ ഉയർത്തി പറയാൻ ധൈര്യമുള്ള ഒരു പാർട്ടി NDA മാത്രമാണ്, മോഡി സർക്കാർ മാത്രമാണ്. ഞാൻ പറഞ്ഞു, രാഷ്ട്രീയക്കാരനം ആവണമെന്ന് വിചാരിച്ചല്ല, രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചല്ല, പക്ഷേ ഒരു ദൈവ നിയോഗം പോലെ ഞാനിതിലേക്ക് എത്തിപ്പെട്ട ഒരാളാണ്. ഈ നാടനുഭവിക്കുന്ന, ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിയപ്പോ തീർച്ചയായിട്ടും അത് ഈ കേരളമെമ്പാടും, കേരളത്തിലെ 942 പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും നടപ്പിലാക്കിയാൽ നമ്മുടെ ജീവിതകാലത്ത് ഈ നാടിനോട്, ഈ കേരളത്തോട്, മലയാളികളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പുണ്യമായിട്ട് ഞാൻ കരുതി. അങ്ങനെ ഈ 942 പഞ്ചായത്തുകളിലും ഭരണമേറ്റെടുത്ത് ഈ പദ്ധതികൾ നടപ്പാലാക്കണമെന്ന് ഞാൻ സ്വപ്നം കണ്ടു. പക്ഷേ ഞാൻ വളർന്നു വരുന്നത് കണ്ടപ്പോൾ ഈ തവണ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് LDFും UDFും, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അരിവാൾ ചുറ്റിക നക്ഷത്രം, കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നം, ജമാഅത്തെ ഇസ്ലാമി, PDP വെൽഫെയർ പാർട്ടി, ഇവരുടെ എല്ലാം 5 കൊടികൾ ഒരേ വണ്ടിയിൽ വെച്ച് ഒരേ സ്ഥാനാർത്ഥികളെ നിർത്തി ഒരേ ചിഹ്നത്തില് 2020-ക്കെതിരെ മത്സരിച്ചവരാണ് ഇവിടുത്തെ LDFും UDFും. അപ്പോ അവരുടെ ഉദ്ദേശം മറ്റൊന്നുമായിരുന്നില്ല, എന്നെ 2020-യെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഈ ഭൂമുഖത്തുനിന്ന് തന്നെ ഇല്ലാതെയാക്കണം. കാരണം 2020 പോലെ ഒരു പ്രസ്ഥാനം വളർന്നു വന്നു കഴിഞ്ഞാൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള ബോധ്യം അവർക്ക് വന്നു. ഈ തെരഞ്ഞെടുപ്പാണ് എന്നെ മാറ്റി ചിന്തിക്കാനായിട്ട് ഇടയാക്കിയത്. കാരണം ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഈ കേരളത്തെ രക്ഷിക്കാനായിട്ടുള്ള ഈ വികസന പരിപാടികൾ, ജനങ്ങളുടെ പട്ടിണി മാറ്റാനായിട്ടുള്ള ഈ പദ്ധതികൾ നടപ്പിലാക്കാൻ ഒരിക്കലും ഇവിടുത്തെ LDFും UDFും എന്നെ അനുവദിക്കില്ല എന്ന പൂർണ്ണ ബോധ്യം വന്നപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത്, ഇതിന് ശക്തമായിട്ടുള്ളൊരു പിന്തുണയുണ്ടാവണം. ഞാൻ പഠിച്ച് മനസ്സിലാക്കിയപ്പോ ഇന്ന് വേറൊരാളും NDA പോലെ ഇന്ത്യ ഭരിക്കുന്ന, ഇന്ത്യയെ ലോകത്തില് ഏറ്റവും യശസ് ഉയർത്തിപ്പിടിച്ച മോഡിയുടെ കൂടെ നിന്നാൽ മാത്രമേ അത് സാധ്യമാകൂ എന്ന് ബോധ്യം വന്നപ്പോ ആ ഒരു തീരുമാനം ഞാൻ തൻ്റെ ഇടത്തോടെ എടുക്കുകയാണ് ചെയ്തത്.